ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ധനുഷും മറ്റുള്ളവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനുഷിന്റെയും സ്നേഹയുടെയും പരസ്പരമുള്ള നോട്ടവും സ്നേഹ വളരെ സ്നേഹത്തോടെ ധനുഷിനെ നോക്കുന്നതും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നവരെ പോലും മറന്ന് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി പലതും സംസാരിക്കുന്നത് പോലെ അർച്ചനയ്ക്ക് മനസ്സിലാകുന്നു. അവരുടെ രണ്ടുപേരുടെയും നോട്ടത്തിൽ എന്തൊക്കെയോ പിശകുണ്ടെന്ന് മനസ്സിലാക്കിയ അർച്ചനയ്ക്ക് അത് എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് തോന്നി. കുറച്ചു നേരത്തേക്ക് അർച്ചന ആലോചിച്ചതിന് ശേഷം വേഗം കിച്ചണിലേക്ക് അർച്ചന ചെന്നു. ഈ സമയത്ത് ധനുഷിനോട് നന്ദനും സേതുമാധവനും വിശേഷങ്ങൾ ചോദിക്കുന്നു. സേതുമാധവൻ ധനുഷിനോട് ചോദിച്ചത് ഈ വീട്ടിലെ ഭക്ഷണവും ഇവിടുത്തെ താമസവും ഒക്കെ ധനുഷിന് ഇഷ്ടപ്പെട്ടോ എന്നതായിരുന്നു. അത് കേട്ട ധനുഷ് പറഞ്ഞു, അതെന്ത് ചോദ്യമാണ് സാർ, ഈ വീട്ടില് എല്ലാവരുടെയും സ്നേഹവും എന്നോടുള്ള അടുപ്പവും അതുപോലെ എനിക്കിവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തുള്ളവരെല്ലാവരും എന്നോട് കാണിക്കുന്ന താല്പര്യവുമൊക്കെ എന്നെ കൂടുതൽ മനസ്സിനും എൻ്റെ ശരീരത്തിനും കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ധനുഷ് സംസാരിച്ചു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അത് ശരി തന്നെയാണ് അച്ഛാ, നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം ധനുഷിന്റെ സന്തോഷവും ധനുഷിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായ മാറ്റങ്ങളുമൊക്കെ നമ്മുടെ കമ്പനിയിലും പ്രകടമാകുന്നുണ്ട്. ഇപ്പോ ഓഫീസിൽ നന്നായി വർക്ക് ചെയ്യാൻ ധനുഷിന് വല്ലാത്ത താല്പര്യം, അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ഓഫീസിൽ കാര്യങ്ങളിലുമൊക്കെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് നന്ദൻ അറിയിച്ചു. അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പുകഴ്ത്തുന്നത് കേട്ട് മറ്റുള്ളവരെല്ലാവരും തന്നെക്കുറിച്ച് നല്ലത് പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതൊക്കെ കേട്ട് ധനുഷ് സ്നേഹയെ തന്നെ നോക്കി സ്നേഹയുടെ മുഖത്ത് നിന്ന് കണ്ണ് പറിക്കാതെ ഭക്ഷണം കഴിക്കുകയും സ്നേഹയെ തന്നെ നോക്കുകയും ചെയ്തുകൊണ്ടുള്ള ധനുഷിന്റെ പ്രവൃത്തികൾ അങ്ങനെ അർച്ചനയ്ക്ക് ഇഷ്ടപ്പെടാതായി. കിച്ചണിലെത്തിയ അർച്ചന ഉടനെ തന്നെ അവിടെ എടുത്തു വെച്ചിരുന്ന പ്രസാദമെല്ലാം പ്ലേറ്റിലേക്ക് എടുത്തു. ഇത് കണ്ട മീര ചോദിച്ചു, എന്താ ഇത്ര പെട്ടെന്ന് പ്രസാദം എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മീരടുത്തി കൊണ്ടുവന്ന പ്രസാദം ഇങ്ങതാ, ഞാൻ എല്ലാവർക്കും കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു മീരടുത്തി ആ പ്രസാദം അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞത്. വേഗം തന്നെ ബൗളിലേക്ക് ആ പ്രസാദമെല്ലാം അർച്ചന എടുത്തു. അതിനുശേഷം അർച്ചന അതിൽ ഒരു ബൗളിലേക്ക് എന്തോ കാര്യമായി അതിലേക്ക് ഒഴിക്കാനായി ഷെൽഫിൽ നിന്ന് എന്തോ പരതുന്നത് മീരടുത്തി ശ്രദ്ധിച്ചു. അവസാനം ഷെൽഫിൽ നിന്ന് ആവണക്കെണ്ണ കയ്യിലേക്ക് എടുത്ത് അത് പതുക്കെ അതിലൊരു ബൗളിൽ മാത്രം ആ പ്രസാദിലേക്ക് വ്യക്തമായിട്ട് കലർത്തി. ഇത് കണ്ട ഉടനെ തന്നെ മീരടുത്ത് ചോദിച്ചു, അല്ല മോളെ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇതെന്തിനാ ഇപ്പോ അതിൽ ആവണക്കെണ്ണ ചേർത്തത്? അതിന്റെ ആവശ്യം എന്താ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ആവണക്കെണ്ണ അതിൽ ചേർത്തതിന്റെ കാരണം എന്താണെന്ന് അർച്ചന പറഞ്ഞു. അത് പിന്നെ ഏട്ടത്തിക്ക് അറിഞ്ഞൂടെ ഇത് ആർക്കു വേണ്ടിയുള്ളതാണെന്ന്? ഇവിടെ ഒരാൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ മീരടുത്ത് ചോദിച്ചു, അതെ, ആവണക്കെണ്ണയ സാധനം 2 ദിവസത്തേക്ക് പിന്നെ ബാത്റൂമിൽ നിന്ന് കയറേണ്ടി വരത്തില്ല കേട്ടോ എന്ന് മീരടുത്തി പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അത് തന്നെ ഏട്ടത്തി എന്റെയും ആവശ്യം, 2 ദിവസമെങ്കിൽ 2 ദിവസം നല്ല പണി കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പോ, അല്ല ഇത് ആർക്കാ നീ ഇപ്പൊ കൊടുക്കുന്നത്? അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ ഇത് ആർക്കാണെന്ന് എന്ന് ചോദിച്ചപ്പോ മനസ്സിലായി ആൾക്കിട്ട് നല്ല പണി കൊടുക്കാനല്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, ശരിക്കും വല്ലാത്ത ശല്യമായി മാറിയിരിക്കുകയാണ് ഏട്ടത്തി അയാളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് നിലയ്ക്ക് നിർത്തണം, അതിനുള്ള വഴിയായത് എന്ന് പറഞ്ഞപ്പോ മീരടുത്തി പറഞ്ഞു, ഇതൊരാള് അല്പം കടന്ന കൈയായി പോയി കേട്ടോ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, സാരമില്ല ഏട്ടത്തി, കുറച്ചു നേരമൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന ആ പ്രസാദവുമായിട്ട് നേരെ ഡൈനിങ് ടേബിളിനരികിലെത്തി. എല്ലാവർക്കും ഓരോ ബൗള് കൊടുത്ത് അർച്ചന കൃത്യമായി കൊടുത്തപ്പോ ധനുഷ് പറഞ്ഞു, എനിക്ക് വേണ്ട, എൻ്റെ വയറ് ഇപ്പോൾ തന്നെ ഫുള്ളായിട്ടിരിക്കുക. അപ്പോഴേക്കും മീര അവിടേക്ക് വന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാനതേ പ്രത്യേകിച്ച് പറഞ്ഞ് കഴിപ്പിച്ച പ്രസാദമാണ്, അത് കഴിക്കാതിരിക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ധനുഷ് അത് കഴിക്കുകയും ചെയ്യണം. ഈ വീട്ടിലെ വലിഞ്ഞു കയറി വന്ന് എന്തെങ്കിലുമൊക്കെ ഒഴിയാബാധകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം എന്നതാ പ്രാർത്ഥനയോടെ, എൻ്റെ ശക്തമായ പ്രാർത്ഥനയോടെ ഞാൻ കഴിപ്പിച്ചതാണ് ഈ പ്രസാദം, അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിക്കണം എന്ന് പറയുമ്പോൾ ധനുഷ് പ്രസാദം കഴിക്കാനായി മടി കാണിക്കുന്നത് കണ്ട് സ്നേഹവേഗം ധനുഷിനെ നോക്കിയിട്ട് അത് കഴിച്ചോളാനായി കണ്ണുകൾ കൊണ്ട് അനുമതി നൽകി. അത് കണ്ടതും ധനുഷ് വളരെ സന്തോഷത്തോടെ ആ പ്രസാദം എടുത്ത് കഴിച്ചു തുടങ്ങി. സ്നേഹയെ തന്നെ നോക്കിക്കൊണ്ടുള്ള ധനുഷിന്റെ ഭക്ഷണ കഴിപ്പ് കണ്ടതും
ആകെ അതിശയത്തോടെ മീരയിടത്തെയും അർച്ചനയും നോക്കി. എന്തായാലും അവരുടെ നീക്കം കൃത്യമായി പണി പറ്റിക്കുമെന്ന് ഉറപ്പായി. അവിടെ പ്രസാദം കഴിക്കുന്നതിനിടയിൽ ധനുഷിന് പെട്ടെന്നൊരു അരുചി തോന്നി തുടങ്ങി. ഈ സമയത്ത് നന്ദൻ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദൻ ആകെ സംശയത്തോടെ എല്ലാവരെയും നോക്കി. ധനുഷ് കഴിക്കുന്നതിനിടയിൽ ആ പ്രസാദം എടുത്ത് ഒന്ന് മണത്തുകൂടി നോക്കി. എന്തൊക്കെയോ ഡൗട്ട് ധനുഷിന് തോന്നി തുടങ്ങി. കുറച്ച് പ്രസാദം കഴിച്ചതും വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്ന ധനുഷ് എന്താ കാര്യം എന്നറിയാതെ ആകെ ആശങ്കപ്പെട്ടു. മീരയിടത്തെയും ഹാസനെയും ധനുഷിനെ തന്നെ നോക്കി രണ്ടുപേരും ചിരി അടക്കി പിടിച്ചങ്ങനെ നിന്നു. ധനുഷ് വല്ലാത്ത ബുദ്ധിമുട്ടെന്ന് കണ്ടതോടെ നന്ദൻ ചോദിച്ചു, എന്തു പറ്റി, കഴിക്കേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നന്ദൻ ധനുഷിനോടത് കഴിക്കാനായി പറഞ്ഞു. അവസാനം നന്ദൻ അത് പറഞ്ഞത് കേട്ട് ധനുഷ് കഴിച്ചു തുടങ്ങുമ്പോ വേഗം മീരയെടുത്ത് ചോദിച്ചു, അല്ല ധനുഷിന് എന്തു പറ്റി, മുഖത്തൊക്കെ ഒരു വല്ലായ്മ, കണ്ടിട്ട് ബാത്റൂമിൽ പോണം എന്ന് പോലെ തോന്നുന്നു, വയറിനെന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പം നന്ദനാകെ സംശയത്തോടെ ധനുഷ് നോക്കി. ആണോ, അങ്ങനെയുണ്ടോ? അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല. അല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ബാത്റൂമിൽ പോകുന്നത് തോന്നുന്നുണ്ടെങ്കിലേ വേഗം പൊയ്ക്കോ, അതാ നല്ലത്. വെറുതെ ഇവിടെയൊക്കെ നാറ്റിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് മീരയെടുത്ത് ചോദിക്കുമ്പോ നന്ദൻ ചോദിച്ചു, അങ്ങനെ തോന്നുന്നുണ്ടോ ധനുഷ്? അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്നേ. പെട്ടെന്ന് മീരയെടുത്ത് പറഞ്ഞു, ധനുഷേ ഇനി അങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിലേ വേഗം അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന മോനെ നല്ലത്. അല്ലാതെ വെറുതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് മറ്റുള്ളവരെ കൂടി നാറ്റിക്കും എന്ന് പറയുമ്പോ ധനുഷ് വേഗം ചാടി എഴുന്നേറ്റ് അവിടുന്ന് പോകാൻ തുടങ്ങി. ഈ സമയത്ത് സ്നേഹ ധനുഷ് പോകുന്ന അങ്ങനെ നോക്കിയിരിക്കുമ്പോ അർച്ചന ചോദിച്ചു, അല്ല സ്നേഹമോൾക്ക് എന്തു പറ്റി, സ്നേഹ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സ്നേഹ ആകെ അതിശയത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇല്ല എടുത്തി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ കഴിക്കേ, മോള് നിർത്തിയത് എന്തിനാ എന്ന് ചോദിച്ച് അർച്ചന സ്നേഹയോട് ഭക്ഷണം കഴിക്കാനായി പറഞ്ഞു. സ്നേഹ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്തു നിന്ന അവന്തിക ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പുറത്തു വന്ന അവന്തികയുടെ മനസ്സ് ആ നിമിഷം മുഴുവൻ അലട്ടിക്കൊണ്ടിരുന്നത് സച്ചി തന്നെ കണ്ടതും അജയനുമായി താൻ സംസാരിക്കുന്ന സച്ചി നേരത്തെ കണ്ടിരുന്നു എന്ന ആശങ്കയായിരുന്നു അവന്തികയുടെ മനസ്സിൽ. അതുകൊണ്ടാണോ സച്ചി തന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞത്? ഇനി സച്ചി തന്നോട് അക്കാര്യങ്ങൾ ചോദിച്ചാൽ താൻ എന്തു പറയും എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ അവന്തികയായിരുന്നു. അപ്പോഴാണ് സച്ചിയും അവിടേക്ക് എത്തിയത്. സച്ചി വേഗം അവന്തികയുടെ അരികിലേക്ക് എത്തി. എട്ടത്തി എന്ന് വിളിച്ചു. അപ്പോഴേക്കും സച്ചിയെ കണ്ടതും അവന്തിക ആകെ ടെൻഷനിലായി. സച്ചി പറഞ്ഞു, എട്ടത്തി എനിക്ക് ചില കാര്യങ്ങൾ എട്ടത്തിയോട് ചോദിക്കാനുണ്ട്, എട്ടത്തി സത്യസന്ധമായിട്ട് മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോ സച്ചിയോട് അവന്തിക പറഞ്ഞു, എന്താ സച്ചി? സച്ചി ചോദിച്ചു. അപ്പോഴേക്കും അവന്തികയുടെ മനസ്സിൽ തന്നെയും അജയനെയും കുറിച്ച് എന്തെങ്കിലും സച്ചി ചോദിക്കുമോ എന്ന ആശങ്കയായിരുന്നു. ഉടനെ സച്ചി ചോദിച്ചു, എട്ടത്തി മറ്റൊന്നുമല്ല, എട്ടത്തിക്ക് അർച്ചനയുടെ കുടുംബവുമായിട്ട് എത്ര നാളത്തെ പരിചയമുണ്ട്? വിവാഹത്തിന് മുൻപ് തന്നെ എടത്തിക്ക് അർച്ചനയുടെ കുടുംബത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അർച്ചനയെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സച്ചി ചോദിച്ചു, എടത്തി അതല്ല ഞാൻ ചോദിച്ചത്, എടത്തിക്ക് അർച്ചന പ്രസവിക്കുകയില്ല എന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അർച്ചനയ്ക്ക് കഴിയില്ല എന്നുള്ള സത്യം എടത്തിക്ക് നേരത്തെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് എന്നോട് അക്കാര്യം മറച്ചുവെച്ചു എന്ന് സച്ചി അവന്തികയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അവന്തിക ആകെ ഞെട്ടിത്തെറിച്ചു വന്നു. സത്യത്തിൽ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, എന്റെ സംശയവും അതായിരുന്നു എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അത് പിന്നെ ഞാൻ അന്ന് അക്കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് സത്യം തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞത് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതിന് ശേഷമായിരുന്നു. പിന്നെ നിന്നോട് ഇക്കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ പിന്നീട് കണ്ടത് അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആ സമയത്തല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യം ഞാൻ എങ്ങനെ നിന്നോട് പറയും? ആ ഒരു അവസ്ഥയിലായിപ്പോയി ഞാനും. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ അന്ന് മറച്ചു വെച്ചത്. സത്യത്തിൽ നിന്നോടത് തുറന്നു പറയാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമവും ഉണ്ടായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ ദയാനന്ദ മാഷും കമലയെടുത്തിയും അത്ര നിഷ്കളങ്കരായിട്ടുള്ളവരൊന്നും അല്ല. ആ പാവമായി അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആ പാവങ്ങളായ അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ മറ്റൊരു മുഖം കൂടിയുണ്ട്. സത്യത്തിൽ ഇതിനെ പറയാൻ ഒറ്റയൊരു പേര് മാത്രമേ ഉള്ളൂ, ചതി. ഒരു വലിയ ചതി തന്നെയാണ് അവർ നമ്മളോട് കാട്ടിയത്. വിവാഹമെല്ലാം നിശ്ചയിച്ചതിന് ശേഷം എന്നോട് ഇക്കാര്യങ്ങൾ അവർ അറിയിച്ചത്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോ അവരോട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ വിവാഹത്തിൽ നിന്ന് പിന്മാറാനോ കഴിയാവുന്ന അവസ്ഥയിലായിരുന്നില്ല. നിന്നോട് ഈ സത്യം മറച്ചു വെച്ചതും അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതിനുശേഷം ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹവും നടന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ
നീ വിവാഹത്തിൽ നിന്ന് പിന്മാറും. അത് മാത്രമല്ല അതിനുശേഷം നമ്മുടെ അച്ഛന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അച്ഛൻ പിന്നെ ജീവനോടെ കാണുമായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അന്ന് ഞാനിത് ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് ഇപ്പോ നമ്മുടെ അച്ഛൻ നമുക്കൊപ്പം ജീവനോടെയുണ്ട്. അല്ലായിരുന്നെങ്കിൽ അച്ഛനെ നമുക്ക് നഷ്ടമാകുമായിരുന്നു മോനെ എന്ന് അവന്തിക അറിയിച്ചു. മറ്റെന്തിനേക്കാളും നമുക്ക് നമ്മുടെ അച്ഛന്റെ ജീവനല്ലായിരുന്നോ വലുത് എന്ന് സച്ചിയോട് അവന്തിക ചോദിച്ചതും സച്ചി പറഞ്ഞു, എടുത്തി ഞാൻ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് സച്ചി അവിടെ നിന്നു. അവന്തിക തൽക്കാലം എല്ലാ കുറ്റങ്ങളും ദയാനന്ദ മാഷിന്റെയും കമലെടുത്തിയുടെയും തലയിൽ വെച്ച് കെട്ടിയിട്ട് സച്ചിയുടെ മനസ്സിൽ വലിയൊരു സംശയത്തിന്റെ വിത്ത് പാകിയതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് അവന്തിക നേരെ തന്റെ റൂമിലേക്ക് പോകുന്നു. എന്തായാലും സച്ചിക്ക് ഇത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കി കൊടുത്തതിന്റെ സമാധാനമായിരുന്നു അവന്തികയുടെ മനസ്സിൽ. പിറ്റേന്ന് രാവിലെ നന്ദൻ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി വരുമ്പോൾ നന്ദന്റെ പിന്നാലെ സ്നേഹ, ഏട്ടാ എന്നെ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം നന്ദനെ ശല്യപ്പെടുത്തുന്നു. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, എടി കൊച്ചെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്. ഓഫീസിൽ ഇപ്പോഴും നിന്ന് തിരിയാൻ പറ്റാത്തത്ര ജോലികളാ ഉള്ളത്. നിനക്കറിയാവുന്നതല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്താ? നീ നിന്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ചോണ്ട് പോകച്ചേ എന്നൊക്കെ പറഞ്ഞ് നന്ദൻ അങ്ങനെ ബഹളം വെക്കുമ്പോഴാണ് അവിടേക്ക് ധനുഷ് എത്തിയത്. എന്താ രാവിലെ രണ്ടുപേരും തമ്മിലൊരു ഡിസ്കഷൻ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു, അത് പിന്നെ എന്ത് പറയാനാ ധനുഷിന് അറിയാവുന്നല്ലേ നമ്മുടെ ഓഫീസിലുള്ള വർക്ക് ലോഡ് എത്രത്തോളമാണ് എന്ന്. അത് മാത്രമല്ല ഇവൾക്കിപ്പോ തിയേറ്ററിൽ പോകാനായിട്ട് ഞാൻ കൂടെ ചെല്ലണമെന്ന്. ഇവളുടെ വിചാരം ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ. കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ടും ഇവള് കുഞ്ഞുകുട്ടിയായിട്ട് ഞങ്ങളുടെ പിന്നാലെ നടക്കുക. ഞങ്ങൾക്ക് ഏത് നേരം ഇതിനൊന്നും സമയം കാണുമോ? ഇവളോട് ഇവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി പോകാൻ ഞാൻ പറഞ്ഞാലേ. ഒന്നുമല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, ഇവിടെ ഇരുന്ന് കണ്ടാലും പോരാ അല്ലെ എന്ന് ചോദിച്ചപ്പോ ധനുഷ് ചോദിച്ചു, അല്ല സ്വന്തമായിട്ട് തന്നെ ഒരു തിയേറ്റർ ഉള്ളതല്ലേ നമുക്ക്, അപ്പൊ പിന്നെ അവിടെ പോയി കണ്ടാലും പോരെ എന്ന് ചോദിച്ചതും അത് ശരിയാ, അവിടെ പോയാ പോരെ എന്നൊക്കെ ധനുഷിന്റെ ചോദ്യം കേട്ട് നന്ദൻ സ്നേഹയോട് ചോദിച്ചു. ഈ സമയത്ത് ധനുഷിനോട് നന്ദൻ ചോദിച്ചു, അല്ല ധനുഷ് എന്താ ഓഫീസിലേക്ക് വരുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, അതെ ഞാന് ഇന്ന് ഉച്ചവരത്തേക്ക് അവിടെ ഓഫീസിലിരുന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്, ഒന്ന് ഹോസ്പിറ്റലിലും പോകണം. അതുകൊണ്ട് രാവിലെ ഹാഫ് ഡേ ലീവ് എടുക്കാനായി ഞാൻ പോരുകയാണ് എന്ന് ധനുഷ് അറിയിച്ചു. അത് കേട്ട ഉടനെ നന്ദൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ധനുഷ് വരണമെന്നില്ല, ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, അത് വേണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാനും വരാം എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, എന്നാ ശരി ഇന്ന് ബൈക്ക് എടുക്കണ്ട, എന്റെ കൂടെ കാറിന് പോര്, വയറിന് സുഖമില്ലാത്തതല്ലേ, അപ്പൊ വണ്ടിക്ക് പോകണ്ട, നമുക്ക് ഒന്നിച്ചു പോകാം. അയ്യോ ഒരു കാര്യം മറന്നുപോയല്ലോ, ഞാൻ കീ എടുക്കാൻ മറന്നുപോയി, സ്നേഹമോളെ ഒന്ന് പോയി കീ എടുത്തോണ്ട് തരുവോ എന്ന് സ്നേഹയോട് നന്ദൻ ചോദിച്ചതും ഉടനെ സ്നേഹ പറഞ്ഞു, അത് ശരി, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തരത്തില്ല, എന്നിട്ട് എന്നെ കൊണ്ട് ഓരോന്നെല്ലാം ചെയ്യിക്കുകയും ചെയ്യും. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ധനുഷിന്റെ അരികിൽ നിന്ന് സ്നേഹ അവിടേക്ക് കയറി പോകുന്ന നേരത്ത് ധനുഷിനെ ഒന്നുകൂടി സ്നേഹ പിന്തിരിഞ്ഞു നോക്കി. ഈ സമയത്ത് നന്ദന് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നതും നന്ദൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ധനുഷിന്റെ കയ്യിൽ കീ കൊടുക്കാനായി സ്നേഹ അവിടേക്ക് എത്തി. സ്നേഹ നന്ദൻ മാറി നിന്ന് ഫോൺ ചെയ്യുന്നത് കണ്ട് ധനുഷിന് അരികിലേക്ക് എത്തി കീ ധനുഷിന് നേരെ നീട്ടി. ഉള്ളം കൈയിൽ കീ വെച്ചുകൊണ്ട് ധനുഷിന്റെ കയ്യിലേക്ക് കീ കൊടുക്കാനായി കൈ നീട്ടിയതും ധനുഷ് സ്നേഹയുടെ ഉള്ളം കൈയിൽ നിന്ന് ആ കീ എടുക്കുന്ന സമയത്ത് വിരലുകൾ കൊണ്ട് സ്നേഹയുടെ ഉള്ളം കൈയിൽ ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ സ്നേഹയെ വല്ലാതെ രസിപ്പിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ച അപ്പുറത്ത് നിന്ന് അവന്തിയെ കാണാനിടയാകുന്നു. അവന്തിയയ്ക്ക് ആ കാഴ്ച ഒട്ടും ഇഷ്ടപ്പെടാതെ ആകെ കലിയോടെ നോക്കി. അവസാനം ധനുഷ് സ്നേഹയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ച് നന്ദൻ ഫോണിൽ സംസാരം അവസാനിപ്പിച്ച് വരുന്നത് കണ്ട് പെട്ടെന്ന് രണ്ടുപേരും മാറി നിന്നു. ഉടനെ തന്നെ അവിടേക്ക് നന്ദൻ എത്തുകയും ധനുഷിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം സ്നേഹ വളരെ സന്തോഷപൂർവ്വം പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ വാതിൽക്കൽ നിന്ന് അവന്തികയെടുത്തി തന്നെ നോക്കി ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നത് സ്നേഹ കണ്ടത്. എല്ലാം ഏട്ടത്തി കണ്ടു എന്ന് മനസ്സിലാക്കിയ സ്നേഹ ആകെ ഞെട്ടലോടെ ഒരു വിധത്തിൽ അവന്തികയെ മറികടന്ന് അകത്തേക്ക് കയറിപ്പോയി. അവന്തിക ആകെ കലിയോടെ തന്നെ ധനുഷിന്റെ ആ പ്രവൃത്തിയിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ നിന്നു. അപ്പോഴാണ് സച്ചി ബാൽക്കണിയിലേക്ക് എത്തിയതും അവന്തിക കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചിയുടെ മനസ്സിനെ അലട്ടിയതും ദയാനന്ദ മാഷും കമലെടുത്തിയൊക്കെ നമ്മൾ കരുതുന്നത് പോലെ അത്രയും പാവങ്ങളൊന്നും അല്ല എന്നും അവരെ അടുത്തറിഞ്ഞതിന് ശേഷം ആ ഒരു ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ കുടുങ്ങിപ്പോയെന്നുമൊക്കെ അവന്തികയുടെ വാക്കുകൾ സച്ചിയെ വല്ലാതെ അലട്ടി. സച്ചി അതെല്ലാം ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് അർച്ചന എത്തുന്നു. അർച്ചന വന്ന് സച്ചിയെ വിളിച്ചു. സച്ചിയേട്ടാ വാ, വന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, ഇപ്പൊ വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞതും അർച്ചന അരികിലേക്ക് എത്തി ചോദിച്ചു, പിന്നെ മതിയെന്നോ? പിന്നെയപ്പോ വാ സച്ചിയേട്ടാ, ഇപ്പോഴല്ലേ ഭക്ഷണം കഴിക്കേണ്ട സമയം എന്ന് ചോദിച്ച് അർച്ചന വിശേഷം ചോദിക്കുമ്പോൾ സച്ചി അർച്ചനയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പോലെ അർച്ചനയുടെ കുടുംബവും അർച്ചനയും തന്നെ ചതിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവന്തിക്ക് മൂലം സച്ചിയുടെ മനസ്സിൽ
ഉണ്ടായതിന്റെ ആ ഒരു അസ്വസ്ഥത സച്ചി അർച്ചനയോട് പ്രകടമാക്കുന്നു.